അങ്ങനെ ഒരു സന്ദർഭത്തിലേക്കാ നീയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അനസൂയെ ഒരു തരത്തിലും അവനങ്ങനെ കാണാൻ പറ്റില്ല. അത് നിനക്കും അറിയാം. പിന്നെ നിന്റെ വാശിയുടെ പുറത്താ നീ ഇപ്പൊ ഈ വിവാഹം തീരുമാനിച്ചത്. നമ്മുടെ മോന്റെ ജീവിതം നിന്റെ വാശിയിൽ തകർക്കരുത് രമേ. അവള് എങ്ങനെ ഉള്ളവളോ ആയിക്കോട്ടെ, അവൻ സ്നേഹിച്ച പെൺകുട്ടി ഐശ്വര്യ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അർജുൻ ഇപ്പോഴും ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. പരസ്പരം സ്നേഹിച്ച രണ്ടുപേരെ തമ്മിൽ പിരിക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യം. ആ ശാപം കൂടി നീ വാങ്ങരുത്. നീ ബാക്കിയെല്ലാം മറന്ന് അവന്റെ സന്തോഷത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുക. എല്ലാം മറക്കണോന്ന് പറഞ്ഞ ആ ആൾമാറാട്ടക്കാരിയെ വിളക്ക് കൊടുത്ത് ഈ വീട്ടിലേക്ക് കയറ്റുന്ന കാര്യമാണെങ്കിൽ അതും മറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ലോകത്ത് ആദ്യമായിട്ട് സ്നേഹിക്കുന്ന ആളൊന്നും അല്ലല്ലോ എന്റെ മോൻ. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതും അകലുന്നതും വേറൊരാൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമൊക്കെ സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. പുതുതായി ഒരാൾ ജീവിതത്തിലേക്ക് വരുമ്പോ പഴയതിനെയൊക്കെ സാവധാനം മറന്നു തുടങ്ങും. പിന്നെ പരസ്പരം സ്നേഹിക്കുന്നവരെ പിരിക്കുമ്പോ കിട്ടുന്ന ശാപം, അത് ഞാൻ കാര്യമാക്കുന്നില്ല. ആ ശാപം എനിക്ക് പണ്ടേ ഉള്ളതാ. അർഹതയില്ലാത്ത രണ്ടുപേര് പിരിയുന്നത് തന്നെയാ നല്ലത്. അത് അർജുന്റെ കാര്യമായാലും മറ്റാരുടെ കാര്യമായാലും.